റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ സമരവുമായി പ്രദേശവാസി. പേരാവൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഉൾപ്പെട്ട കൊട്ടംചുരം മടപ്പുരച്ചാൽ റോഡിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് പ്രദേശവാസിയായ കളത്തിൽപ്പറമ്പിൽ തങ്കച്ചൻ വെള്ളിയാഴ്ച രാവിലെ മുതൽ റോഡരികിൽ ഏകദിന ഉപവാസ സമരത്തിനിറങ്ങിയത്. പേരാവൂർ കൊട്ടിയൂർ റോഡരികിലാണ് തങ്കച്ചന്റെ സമരം. കൊട്ടംചുരത്തു നിന്നും മടപ്പുരച്ചാലിലേക്ക് പോകുന്ന റോഡിൽ ജൽജീവൻ മിഷൻ പൈപ്പ് സ്ഥാപിക്കൽ പ്രവൃത്തി നടത്തിയതോടെയാണ് റോഡ് തകർന്ന് മഴക്കാലത്തെ യാത്ര ദുഷ്കരമായത്. വാട്ടർ അതോറിറ്റിയാണ് മേലധികാരികൾ. എന്നാൽ പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന വ്യവസ്ഥ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. മഴക്കാലമായതിനാൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സമരം നടത്തുന്ന തങ്കച്ചൻ പറഞ്ഞു. സ്കൂൾ തുറക്കാൻ പോവാണ്. സ്കൂളിൽ തുറന്നതിൽ കുഞ്ഞു മക്കൾ സൈക്കിളിലൊക്കെ പോകുന്ന വഴി കൂടെ ഒരു മരണം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യം മുൻകെടുക്കാണ്. പഞ്ചായത്തോ അല്ലെങ്കിൽ ടെലിവിഷൻകാരോ റേഷൻകാർ ചോദിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ അറിയാം, പഞ്ചായത്ത് ടെലിവിഷൻ ചോദിക്കും, ആരും ഏറ്റെടുക്കാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പേരാല് ഉടുത്തോടിയ ഡ്രൈവറാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു അപകടം ഇനിയാതെ വണ്ടിയിലേക്ക് അതുപോലെ ഈ റോഡിപ്പം ഒരു 4-5 മഴയും കൂടെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോഡേ ഉണ്ടാവില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നത് പഞ്ചായത്ത് വളരെ ദയനീയമായിട്ട് അപേക്ഷിക്കുകയാണ്. നമുക്ക് അതായത് മരണം സംഭവിക്കാതെ പഞ്ചായത്ത് നമ്മുടെ 4-ാം വാർഡിൻ്റെ പ്രസിഡൻ്റായ പ്രസിഡന്റ്, അപ്പോൾ ഞങ്ങൾ പ്രസിഡന്റിൻ്റെ വാർഡും പ്രസിഡന്റ് റോഡുമാണിത്. ഇത് എത്രയും പെട്ടെന്ന് ഇതൊക്കെ കാര്യം കണ്ടിട്ട് കാണാത്ത രീതിയിലുള്ള പോക്കുകളാണ്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ സൂചനയാണ്. അതായത് ഇത് ഇന്ന് 5 മണി വരെ ഉപവസിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അനിശ്ചിത കാലത്തേക്ക് ഉപവസിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ചെയ്തു എന്ന് മാത്രം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അതേസമയം വാട്ടർ അതോറിറ്റി ജൽജീവൻ മിഷൻ പദ്ധതി കരാർ ഏറ്റെടുക്കുന്നവർ തന്നെ റോഡ് റീസെറ്റ് ചെയ്യണമെന്ന വ്യവസ്ഥയുണ്ടെന്നും കരാറുകാരൻ അത് പാലിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നും വാർഡ് അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ പി വേണുഗോപാലൻ പറഞ്ഞു. വാട്ടർ അതോറിറ്റി ഇടപെട്ട് കരാറുകാരനെക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിപ്പിക്കണമെന്നും പഞ്ചായത്തിലെ മറ്റ് 2 റോഡുകളിലും ഇതേ പ്രശ്നമുണ്ടെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. നിങ്ങൾ അറിഞ്ഞോ, 4 ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ PR നേടാം, സ്ഥിരതാമസമാക്കാം. ഏത് ഒക്കുപേഷനുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ, സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ട്രേഡ്സ്, ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ 5 കാറ്റഗറികളിലുള്ള 82 ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ലൈസൻസ്ഡ് കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ. ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ഇംലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.